ഹലോ മൈ ഗൈസ്, ഉച്ചക്ക് മീനും ചോറും കഴിച്ച് നേരെ കോളേജിൽ പോയി. കോളേജിൽ പോയി നല്ല വെയിലുണ്ടായി. അപ്പോൾ കിര പറയുന്നത് എന്നെ വ്ളോഗിൽ ഉൾപ്പെടുത്തും. ഇപ്പൊ നിങ്ങൾ കാണുന്ന കിരന്റെ നാച്ചുറൽ ആക്ടിംഗ് ആണ്. ഓൻ കൊടുത്ത ജ്യൂസിന് ക്ലാസ് താഴ്ത്തു, ഓൻ ലാസ്റ്റ് എടുത്ത് വോയിസ് ക്ലാസ് കിട്ടും. എന്താണ് നാച്ചുറൽ ആക്ടിംഗില്? കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടികൾ ഇത് മാറിയില്ല. പണ്ട് പൂരപ്പറമ്പ് പോയിട്ട് നമ്മൾ വെള്ളം പീച്ചിന് തോക്കുവാങ്ങില്ല, അതൊക്കെ നമ്മൾ ഉദ്ദേശം. പക്ഷെ വേറെ എന്തോ ആയിപ്പോയി. അപ്പോഴാണ് വേറെ കാര്യം ശ്രദ്ധിച്ചു, ഒരു പട്ടി കഴിഞ്ഞാൽ 3 നായ്ക്കൾ. അത് കണ്ടോണ്ടിരുന്നപ്പോൾ നമ്മൾ സുമേഷ് കൂടി വന്നു. അതും കഴിഞ്ഞ് ജിയോ സാർ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ചായക്കടയിൽ പോയി. അവിടെ ചിക്കനോട് പപ്സ് കഴിച്ച് നേരെ ബീച്ച് പോയി. ബീച്ച് പോയി സൺസെറ്റ് കണ്ടാണ്. അവിടെ ഒടുക്കത്ത് പോയി. അപ്പോഴാണ് ടവറിന് കഥ അറിയുന്നത്. ബാക്കി ടവർ പറയും. താങ്കൾക്ക് എന്താ സംസാരിക്കാറ്? സംസാരിക്കാനുള്ള പ്രേക്ഷകരോട് തുറന്നു തരാം. ആരോ വന്നു, ആരാന്ന് അറിയില്ല. ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷം. അതെല്ലാം പോയി സോറി വന്നിട്ട് ആള് പോയി. പക്ഷെ ഭയങ്കര സന്തോഷം. സന്തോഷം സങ്കടമുണ്ട്. ഓ നേരെ ബീച്ചിക്ക് വന്നിട്ട് ഒരു ഇതിലില്ലേ, ഏതോ സിനിമയിൽ വെച്ച് അങ്ങനെ ട്രെയിനിന് മുന്നിൽ പോയിട്ട് ഒച്ചനാക്കി ആറിട്ട് അതേപോലെ വന്നിട്ട് അവര് സൂര്യന്റെ മുന്നിൽ പോയിട്ട് ഒച്ചയാക്കി. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കോൾ ചെയ്യുന്നു, എന്റെ പൊണ്ടാട്ടി വിളിച്ചിട്ട് കോൾ ചെയ്യുന്നു. എന്നിട്ട് പൊന്നെ എനിക്ക് എത്ര സന്തോഷമായി ആരാളെ വന്നിട്ട്. നിനക്കോ? എനിക്ക് സന്തോഷമായോ? റോഫി ലൈബ്രറി പിടിച്ചതാണ്. എന്തിനാ അറിയില്ല. നീ ബുക്ക് കട്ടോണ്ടാണോ? റോഫി എന്തിനാ ലൈബ്രറി പിടിച്ചത്? നമ്മൾ കാട്ടിലൂടെ നടക്കുകയാണ്. എന്തെങ്കിലും കാണാൻ പറ്റുമോ? വിചിത്രമായ എന്തെങ്കിലും? ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. കളിയല്ലടാ, ഇന്നെന്താ ഇങ്ങനെ ആൾക്കാർ കാണൂലേ? എന്തൊരു കളിയാക്കാ. കളി ഉദ്ദേശിച്ച ഫുട്ബോള് അടുത്ത ബീച്ചല്ലേ. അപ്പൊ അതെന്തെങ്കിലും കാണാൻ വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. കാട്ടൂരിലാണ് നടക്കുന്നത്. കാണാൻ കാണിച്ചതാ. ഇനി ഇത്രയുള്ളൂ ഗൈസ്, ബാക്കി നാളെ.